ചിക്കൻ പോക്സിൻ്റെ ഒരു ട്രാൻസ്മിഷൻ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രോപ്ലെറ്റ് സ്പ്രെഡാണ്, അല്ലെങ്കിൽ എയറോസോൾസ്. നമ്മുടെ ഉച്ഛ്വാസവായുവിൽ നിന്ന് നമ്മൾ തുമ്മുമ്പോൾ സംസാരിക്കുമ്പോൾ പുറത്തേക്ക് പോകുന്ന വായു, അതല്ലെങ്കിൽ ചുമയ്ക്കുമ്പോൾ പുറത്തേക്ക് പോകുന്ന വായു, ഇതിലൂടെയാണ് ഏറ്റവും കൂടുതൽ അത് സ്പ്രെഡ് ചെയ്യുന്നത്. ഇപ്പോൾ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു റൂമിലിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരേ ക്ലാസ്സിലിരുന്ന് പഠിക്കുന്ന കുട്ടികളാണ്, ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ എല്ലാവരും എക്സ്പോസ്ഡ് ആവും. അവർക്കൊക്കെ ഈ ഇൻഫെക്ഷൻ കിട്ടാൻ സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻക്യുബേഷൻ പീരീഡ് 2-3 ആഴ്ച വരെയൊക്കെ നമുക്ക് അസുഖത്തിൻ്റെ സിംറ്റം വരാൻ ടൈം എടുക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ഓഫീസിലുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ കുട്ടിക്ക്, സ്കൂളിലുള്ള ഒരു കുട്ടിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 3 ആഴ്ച വരെയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ഈ അസുഖം സ്റ്റാർട്ട്. ഈ ചിക്കൻ പോക്സിൻ്റെ വെസിക്കിളിന് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മളൊരു ഇലയിൽ മഞ്ഞ തുള്ളികൾ വീണാൽ എങ്ങനെ ഇരിക്കുമോ ആ ഒരു രീതിയിലുള്ള കുമിളകൾ അല്ലെങ്കിൽ കുരുക്കൾ അല്ലെങ്കിൽ വെസിക്കിൾസ് ആണ് ചിക്കൻ പോക്സിന് കാണുന്നത്. അപ്പോൾ ഈ ഒരു വെസിക്കിൾ കാണുന്നതിന് ഒരു 2 ദിവസം മുമ്പേ മുതൽ ഇത് നമ്മുടെ ശരീരത്തിൽ നിന്ന് മറ്റൊരാൾക്ക് പകരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾക്ക് ചിക്കൻ പോക്സ് ഉണ്ട് എന്ന് നമ്മൾ അറിഞ്ഞു വരുമ്പോൾ തന്നെ നമ്മൾ കുറേ പേർക്ക് കൊടുത്തിട്ടുണ്ടാവും എന്നുള്ളതാണ് എൻ്റെ ചുരുക്കം. പക്ഷേ നമ്മുടെ ശരീരത്തിൽ കുരുക്കൾ വന്നു കഴിഞ്ഞാൽ ഒരു 5 ദിവസം മുതൽ 7 ദിവസം വരെ നമ്മളിൽ നിന്ന് പകരും. ഒരു 5 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ വെസിക്കിൾസ് എല്ലാം കറുത്ത നിറമാകും, ചെറുതായിട്ട് പൊരിഞ്ഞ് വീഴാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പോൾ ആ സമയം ആകുമ്പോഴത്തേക്ക് നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം. അപ്പോൾ ഇതിൻ്റെ ഡയറക്റ്റ് സ്പ്രെഡിലൂടെ വരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വെസിക്കിൾസ് അല്ലെങ്കിൽ ശരീരത്തിൽ വരുന്ന ആ കുമിളകൾ പോലെ അല്ലെങ്കിൽ കുരുക്കൾ പോലെ ഉള്ളത് വഴി നമുക്ക് സ്പ്രെഡ് വരാം. പക്ഷേ അതിനേക്കാളും കൂടുതൽ ഫാസ്റ്റായിട്ട് സ്പ്രെഡ് ചെയ്യുന്നത് നമ്മുടെ ഉച്ഛ്വാസവായു വഴിയാണ്.